നമ്മൾ ഭാരതീയ വിദ്യാനികേതൻ്റെ കീഴിലുള്ള സ്കൂളാണ്. അപ്പോൾ അവർക്ക് നമുക്കൊരു കൃത്യമായ വിദ്യാഭ്യാസ കലണ്ടറുണ്ട്. അപ്പോൾ അതിൽ ദിനാചരണങ്ങളെപ്പറ്റിയും മറ്റും വളരെ കൃത്യമായി നിർദ്ദേശം തന്നിട്ടുണ്ട്. അപ്പം മറ്റുള്ള വിദ്യാലയങ്ങളിൽ നടത്തുന്ന പോലെ തന്നെ നമ്മുടെ ലോക പരിസ്ഥിതി ദിനവും അതുപോലെ യോഗാ ദിനം, ലഹരി വിരുദ്ധ ദിനം ഇതൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഓരോ ദിനാചരണങ്ങളും നമ്മൾ വളരെ വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ സന്ദേശം കുട്ടികളിലേക്ക് എത്തിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതേപോലെ ഈ ഗുരുപൂജ എല്ലാ വർഷമായിട്ട് നമ്മുടെ വിദ്യാനികേതൻ സ്കൂളുകളിൽ നടത്തുന്നതാണ്. അതനുസരിച്ച് നമ്മൾ രക്ഷിതാക്കളും വിദ്യാലയ സമിതിയും എല്ലാം കൂടെ ചേർന്ന് ഈ വർഷത്തെ ഗുരുപൂജാ ദിനം കുറച്ച് വിപുലമായി നടത്താമെന്നുള്ള തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാ കാര്യത്തിനും രക്ഷിതാക്കളുടെ പ്രതിനിധിയും വിദ്യാലയ സമിതി എല്ലാവരും എല്ലാ ചടങ്ങിനും നമ്മുടെ എല്ലാ കാര്യത്തിനും രക്ഷിതാക്കളുടെ പൂർണ്ണ പിന്തുണയുണ്ട്. അപ്പോൾ അങ്ങനെ ഈ വർഷം നമ്മൾ വിദ്യാലയ 28ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഒരു 28 അധ്യാപകരെ നമുക്ക് ഇവിടെ പൂജിച്ചുകൊണ്ട് നമുക്ക് ഗുരുപൂജ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. അതനുസരിച്ച് വ്യത്യസ്ത ജാതിയിൽപ്പെട്ട വ്യത്യസ്ത മതസ്ഥരായ സമൂഹത്തിൽ പല സ്ഥാനത്തുള്ള പല രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്ന ഇവിടെ ഈ വിദ്യാലയത്തിൻ്റെ ചുറ്റുപാടും ഉള്ള ഏകദേശം ഒരു 58നും 92നും വയസ്സ് ഇടയിൽ പ്രായമുള്ള അധ്യാപകരെ നമ്മൾ വിദ്യാലയത്തിൽ വിളിച്ചു വരുത്തുകയായിരുന്നു. എന്നിട്ട് നമ്മൾ അവരെ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ബാക്കി അധ്യാപകർ അവരെ ആരതി ഒഴിഞ്ഞ് എല്ലാവരെയും സ്വീകരിച്ച് ഇവിടെ ഒന്നിച്ചവിടെ ഇരുത്തി. എന്നിട്ട് നമ്മുടെ ടീച്ചേഴ്സ് തന്നെ നമ്മുടെ ഒരു സംസ്കാരമാണല്ലോ, പാദപൂജ എന്നൊന്നും നമ്മളിവിടെ നടത്തിയിട്ടില്ല. അവർ കിണ്ടിയിൽ വെള്ളമെടുത്ത് ടീച്ചേഴ്സ് എല്ലാവരുടെയും ചെറിയ കിണ്ടി അതിൽ വെള്ളമെടുത്ത് എല്ലാവരുടെയും കാലിൽ തളിച്ചു. ഒരാളിവിടെ കാല് കഴുകിയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. കുട്ടികൾ എല്ലാവരുടെയും മുമ്പിൽ വജ്രാസനത്തിലിരുന്ന് താലത്തിൽ പൂക്കളുള്ളത് ഓരോ അധ്യാപകരുടെയും കാലിൽ അർപ്പിച്ചു, അവരുടെ അനുഗ്രഹം മേടിച്ചു. ഇതാണിവിടെ നടന്നത്. അതിനപ്പുറം ഒന്നും നടന്നിട്ടില്ല. രക്ഷിതാക്കളുണ്ട്, എല്ലാവരെയും അന്നിവിടെ ഒരുപാട് രക്ഷിതാക്കളുണ്ടായിരുന്നു, പല തുറയിൽപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും മാറി മാറി ഇവരെ ഷോൾ അണിയിച്ച് ആദരിച്ചു. ഈ കുട്ടികൾക്ക് ഒരു മാതൃകയായിട്ട് ഞങ്ങൾ തന്നെ ഇവിടെ വന്ന എല്ലാ അധ്യാപകരുടെയും കാലിൽ എല്ലാവരും എല്ലാ ടീച്ചേഴ്സും നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങി. ഇതാണ് ഇവിടെ സംഭവിച്ചത്. എത്ര വർഷമായിട്ട് ഇവിടെ ഗുരുവ്? 27 വർഷമായി ഇവിടെ ഈ സ്കൂൾ നടത്തുന്നു. അന്ന് തൊട്ടേ നടത്തുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത്ര വിപുലമായിട്ട് 2 പ്രാവശ്യം നടത്തിയിട്ടുള്ളൂ. ഒരു 5-6 വർഷം മുമ്പ് ഒന്ന് നടത്തിയിട്ടുണ്ട്, പിന്നെ ഈ വർഷം. അപ്പോൾ 28ാം വർഷത്തിലേക്ക് കടക്കുകയാണല്ലോ എന്നോർത്തൊരു പ്രതീകാത്മകമായിട്ടാണ് നടത്തിയത്. ഗുരുവിനെ പൂജിക്കാനും അവരെ സ്നേഹിക്കാനും മുതിർന്നവരെ ചേർത്ത് പിടിക്കാനും ഒക്കെയുള്ളൊരു സന്ദേശം കുട്ടികളിലേക്ക് എത്തിക്കുക. ഇപ്പം മൂല്യബോധം നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തങ്ങളുടെ കുട്ടികൾ മൂല്യബോധമുള്ള കുട്ടികളായിട്ട് വളരണമെന്ന് ഏത് രക്ഷിതാവാണ് ആഗ്രഹിക്കാത്തത്? അപ്പോൾ ആ ഒരു ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ വിദ്യാലയത്തിൽ കുട്ടികളെ രക്ഷിതാക്കൾ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് രക്ഷിതാക്കളോട് തന്നെ നേരിട്ട് ചോദിക്കാം. ഇപ്പം ഈ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്ന അധിക്ഷേപമൊക്കെ കേട്ടപ്പോൾ എന്ത് തോന്നുന്നു? തീർച്ചും വാസ്തവ വിരുദ്ധമാണെന്നേ തോന്നിയുള്ളൂ. പിന്നെ നമ്മളതുകൊണ്ട് ഞാൻ ഈ സ്ഥാനത്തിരുന്നുകൊണ്ട് ഞാനതിനെപ്പറ്റി കൂടുതലായിട്ട് പ്രതികരിക്കുന്നില്ല. അതിന് വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ പറയാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ കുഞ്ഞിരാമേട്ടനെ പോലെ ഒത്തിരി വർഷങ്ങളായിട്ട് ഇവിടെ സേവനമനുഷ്ഠിക്കുന്ന ആളുണ്ട്. ഞാൻ കേവലം 3 വർഷമായുള്ളൂ ഇവിടെ എത്തിയിട്ട്. ഞാൻ ഗവൺമെൻറ് സർവീസിൽ നിന്ന് വിരമിച്ച അധ്യാപികയാണ്. എന്നെയും ഇവരെ ആദരിച്ചിരുന്നു.